ഞാൻ വരാം അനുമോദിലേക്ക്. ശ്രീ പ്രദീപ് മേനോൻ ഇപ്പോൾ കൂടൽമാണിക്യം ദേവസ്വത്തിൻ്റെ ചെയർമാനാണ്. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പ്രദീപ് മേനോൻ, എന്തുകൊണ്ടാണ് മൻസിയയെ അവിടെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിൽ നിന്നും വിലക്കിയത്? കുടൽമാണിക്യം തിരുത്സവം ദേശീയ സംഗീത നൃത്ത വാദ്യോത്സവമാണ്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. ക്ഷേത്രത്തിനകത്ത് മതിൽക്കെട്ടിനകത്താണ്, സ്പെഷ്യൽ പന്തലിലാണ്, 12 ഏക്കറോളം വരുന്ന സ്പെഷ്യൽ ക്ഷേത്രത്തിനകത്ത് പന്തലിലാണ് പരിപാടികൾ അവതരിപ്പിക്കുന്നത്. നിലനിൽക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗം, അത് നിലനിൽക്കുന്ന വ്യവസ്ഥിതി എന്ന് പറയുന്നത് അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് തന്നെ അപ്ലിക്കേഷൻസ് നിങ്ങൾ 800-ലധികം കലാകാരന്മാരും കലാകാരിമാരും കേരളത്തിനകത്തു നിന്നും ഇന്ത്യയിലുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുമായിട്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ അപ്ലിക്കേഷനിൽ തന്നെ വളരെ വ്യക്തമാണ് ഹൈന്ദവരായ നിന്നാണ് അപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഒരു എക്സ്പെർട്ട് കമ്മിറ്റി ഇതിനുണ്ട്. ആ കമ്മിറ്റിയാണ് പ്രോഗ്രാം സെലക്ട് ചെയ്യുന്നത്. അവർ സെലക്ട് ചെയ്തതിന് ശേഷം ഇവര് കട്ട് എന്ന് പറയും, എഗ്രിമെന്റിനായിട്ട് ദേവസ്വം ബോർഡിൽ നിന്ന് വിളിക്കും, കോണ്ടാക്ട്. അപ്പോഴാണ് ഈ ബന്ധപ്പെട്ട കലാകാരി ഹിന്ദു അല്ലെന്നും അവർ ഹിന്ദുവാണെന്നും അറിയുന്നത്. പക്ഷേ തീർച്ചയായിട്ടും നല്ലൊരു കലാകാരിയാണ്, ഞങ്ങൾക്കൊക്കെ ദുഃഖമുണ്ട് അതിൽ നിരസിക്കേണ്ടി വന്നത്. പക്ഷേ നിലനിൽക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിനകത്ത് ഹിന്ദുക്കൾക്ക് മാത്രമാണ് ശ്രീ കുടൽമാണിക്യ ഉത്സവത്തില് പ്രവേശനമുള്ളൂ എന്നിരിക്കെ ഈ സാഹചര്യത്തിൽ അത് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് ഞങ്ങൾ അറിയിക്കുകയാണ്. ശ്രീ പ്രദീപ് മേനോൻ, ഇതിലൊരു സംശയം മൻസിയ തന്നെ പറയുന്നു, ഞാൻ അവിടെ തൊഴാനല്ല അനുമതി ചോദിച്ചത്, നൃത്തം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അനുമതി ചോദിച്ചത്. അപ്പോൾ നൃത്തം ചെയ്യാൻ വേണ്ടി ഒരു നർത്തകിയാണ് വരുന്നത്, അല്ലാതെ ക്ഷേത്രത്തിനകത്ത് കയറി തൊഴാൻ വേണ്ടി ആയിരുന്നില്ല. ഇതെല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഞാൻ പറഞ്ഞുവല്ലോ, ഇത് ക്ഷേത്രത്തിൽ നിലനിൽക്കുന്ന വ്യവസ്ഥ, ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ട് ഹൈന്ദവരെ മാത്രമേ ഇപ്പോൾ ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനകത്തുള്ള സ്പെഷ്യൽ പന്തലില് പരിപാടികൾ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ നയമല്ല, അത് ഇവിടുത്തെ വ്യവസ്ഥിതിയുടെ ഭാഗമാണ്. അത് മാറ്റണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല. അതിന് സമവായമൊക്കെ ഉണ്ടാക്കി മറ്റേ തന്ത്രിമാരൊക്കെ ആയിട്ട് ആലോചിച്ചുകൊണ്ട് മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ. ഒരു സുപ്രഭാതത്തിൽ ഒരു ദിവസം കൊണ്ട് മാറ്റാൻ ഞങ്ങൾക്ക് അതിനുള്ള പരിമിതികളുണ്ട്. ശ്രീ പ്രദീപ്, ഈ അപേക്ഷ ക്ഷണിക്കുന്ന സമയത്ത് ഇപ്പോൾ 10 ദിവസത്തെ സംഗീത നൃത്ത പരിപാടികൾക്ക് ഉത്സവത്തിന് വേണ്ടി, ദേശീയ ഉത്സവ ആഘോഷത്തിന് വേണ്ടി ക്ഷണിക്കുമ്പോൾ അതിൽ തന്നെ വ്യവസ്ഥ അങ്ങനെ വെച്ചിരുന്നു, ആ ഹിന്ദുക്കൾ അപേക്ഷിക്കേണ്ടതില്ല. നിങ്ങൾക്കത് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഞാൻ വാട്സപ്പ് ചെയ്ത് തരാം. അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഹൈന്ദവരിൽ തന്നെ എഴുതിയിട്ടുണ്ടത്. ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് തരാം. അല്ല, പക്ഷേ ഇതൊരു നൃത്തം, ഒരു കലാരൂപം, മൻസിയെ പോലെ സംസ്ഥാനത്ത് അറിയപ്പെടുന്ന ഒരു കലാകാരി. അപ്പോൾ സ്വാഭാവികമായും കലയല്ലേ ഇതിൽ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്? തീർച്ചയായിട്ടും നമ്മളൊക്കെ തന്നെ ആ കലാകാരിയെ ആദരിക്കുന്ന വ്യക്തിയാണ്, അവരെ അംഗീകരിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ അതേസമയം ക്ഷേത്രം ഭാരവാഹികൾ, ദേവസ്വം ഭാരവാഹികൾ എന്നുള്ള രീതിയിലേക്ക് നിലനിൽക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കുവാൻ, അത് അതുപോലെ നടത്തിക്കൊണ്ടുപോകാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഏതായാലും ഈ ഒരു വിഷയം ഉയർന്ന സാഹചര്യത്തിൽ ഇനിയുള്ള വർഷങ്ങൾ, ഇനിയുള്ള കാലത്ത് സ്വാഭാവികമായ ഒരു ദേശീയ ഉത്സവമാണല്ലോ. അപ്പോൾ ഒട്ടേറെ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾ വരേണ്ടി വരും. അപ്പോൾ ഇതൊരു നിമിത്തമായി കണ്ടുകൊണ്ട് ഒരു ചർച്ചയൊക്കെ നടത്തി എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന വിധത്തിൽ ഇതിനെ മാറ്റിയെടുക്കാൻ താങ്കൾ ദേവസ്വത്തിൻ്റെ ചെയർമാൻ കൂടിയാണല്ലോ, മുൻകൈ എടുക്കുമോ ശ്രീ പ്രദീപ് മേനോൻ? നിങ്ങൾക്കറിയാമല്ലോ, കേരളത്തിന്റെ അല്ലെങ്കിൽ ദേശീയ സമരത്തിന്റെ ഭാഗമായിരുന്നു 1946 കുടൽമാണിക്യത്തിന്റെ മുൻകഴിയിലുള്ള കുട്ടംകുളം സമരം. അന്ന് പിന്നോക്ക വിഭാഗക്കാർക്ക് ആ വഴിയിലൂടെ നടക്കാൻ പാടില്ലായിരുന്നു. സമരത്തിന്റെ ഭാഗമായിട്ട് ഇന്നത് നടക്കാൻ കഴിയുന്നു. തീർച്ചയായിട്ടും അന്നത്തെ പല തെറ്റും ഇന്ന് ശരിയുമായി വന്നിരിക്കുകയാണ്. അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് ഇപ്പൊ നിലനിൽക്കുന്ന സാഹചര്യത്തിനനുസരിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. തീർച്ചയായിട്ടും സമവായം ഉണ്ടാക്കിക്കൊണ്ട് ബന്ധപ്പെട്ട തന്ത്രിമാരും എല്ലാവരുമായി സംസാരിച്ചുകൊണ്ട് ദേവസ്വം മിനിസ്റ്റർ, ദേവസ്വം ബോർഡ് ഒക്കെ ആയി സംസാരിച്ചുകൊണ്ട് നമുക്ക് ഭാവിയിൽ ഇതെല്ലാം വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഈ മൻസിയ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തും അതോടൊപ്പം ഭരതനാട്യം പഠിക്കാൻ പോകുന്ന സമയത്തും മൻസിയ അവിടെ പ്രാദേശികമായി പള്ളി കമ്മിറ്റികളിൽ നിന്ന് അടക്കം മൻസിയ ആണെങ്കിലും മൻസിയയുടെ പിതാവിനാണെങ്കിലും അവിടെ വിലക്കിയിട്ടുള്ളതും ആ വീടിന് നേരെ കല്ലേറുണ്ടായിട്ടുള്ളതുമൊക്കെ ആണ്. കാരണം നിലവിളക്ക് കത്തിച്ചു വെച്ച് നൃത്തം ചെയ്യാൻ പോകുന്നു, ഹിന്ദു ദൈവങ്ങളെ ആരാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അന്ന് മൻസിയ അനുഭവിച്ചിരുന്നത്. ഇന്ന് മൻസിയ വേറെ വിധത്തിൽ സ്വന്തം ഒരു വേദി കിട്ടാതെ ഒരു അവസ്ഥയും കൂടെ മൻസിയയ്ക്ക് ഉണ്ടാകുന്നു ശ്രീ പ്രദീപ്.
തീർച്ചയായിട്ടും അല്ല, ഞാൻ പറഞ്ഞല്ലോ, ആ കലാകാരിക്ക് ഞങ്ങൾ വളരെയേറെ ബഹുമാനിക്കുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്. പക്ഷെ അതേസമയം ദേവസ്വം ബോർഡ് ഭാരവാഹികൾക്ക് എന്ന രീതിയിൽ നിലനിൽക്കുന്ന നിയമങ്ങൾക്കനുസരിച്ച് ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ പാടുള്ളൂ. അതിനപ്പുറം ഞങ്ങൾക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരുമായി സംസാരിച്ചുകൊണ്ട് ഭാവിയിൽ അതിനുള്ള കാര്യങ്ങൾ സംസാരിച്ച് മുന്നേറ്റ് പോകാൻ. വളരെയധികം നന്ദി. ഏതായാലും മൻസിയയ്ക്കുണ്ടായ സങ്കടത്തിൽ വിഷമമുണ്ട്. ഏതൊരു കലാകാരിയും നല്ല നമുക്കറിയാലോ, കലാകാരിമാരായാലും വളരെയധികം നന്ദി ശ്രീ പ്രദീപ്. ഏതായാലും മൻസിയയെ പോലുള്ള സംസ്ഥാനത്തൊക്കെ അറിയപ്പെടുന്ന ഒരു കലാകാരിക്കാണ് വേദി നിഷേധിക്കപ്പെടുന്നത്. അവർക്ക് ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾക്ക് അവരുടേതായിട്ടുള്ള വാദമൊക്കെ ഉണ്ട്, അതും തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്.